നീ മധു സേവിക്കണോണ്ട് എനിക്കൊരു കുഴപ്പമില്ല. നിന്നെ പോലുള്ള ഉണ്ണികൾ മധു സേവിച്ചാലേ എനിക്ക് മധു കിട്ടുള്ളൂ. അപ്പൊ ഒരു ഉണ്ണികളോട് മധു നിർത്താൻ ഞാൻ പറയില്ല, വേറെ എന്തൊക്കെ നിർത്തിയാലും. അപ്പൊ ഇത് പറഞ്ഞു നിർത്തല്ലെന്ന്, നിർത്തല്ലെന്ന്. എന്റെ സന്താനങ്ങൾ എന്ത് ചേർത്ത് നിർത്തിയേ? ചേർത്ത് നിർത്തിക്കോ, അതിനൊക്കെ വഴിയുണ്ട്. അതുകൊണ്ടാ എന്റെ സന്താനങ്ങളെ ഞാൻ പറഞ്ഞോളൂ അല്ലേ? മാതാവിനെ വിളിക്കണം. സത്യം പറഞ്ഞു ഇന്ന് തൊട്ടിനില്ല മധു. ഞാൻ ജന്മം നൽകിയ സന്താനമാണ്, എന്റെ മാതാവാണ് സത്യം. ഇന്ന് തൊട്ട് മധു ഇല്ല, മധുസേവില്ലാന്ന്. ഉറപ്പണ? അത് സത്യം പറഞ്ഞിട്ട് തീർത്തോ? ഇതോടുകൂടി തീരണം. ഇത് കഴിച്ചിട്ട് അവസാനിപ്പിക്കണം. ഇത് കഴിച്ചിട്ട് അവസാനിപ്പിക്കണം. മനസ്സിലായില്ല? അതങ്ങനെയാണ്. നിനക്ക് ഉള്ളിലേക്ക് തന്ന ഔഷധം ഇതുകൊണ്ട് തന്നെ ഇറക്കണ്ട എനിക്ക്. അതാണ് ഇത് കഴിച്ചിട്ട് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞത്. അല്ലാണ്ട് നീ മത്സരത്തിൽ എനിക്കൊന്നും കിട്ടാനില്ല, എന്റെ ആട്ടക്കാരൻ സേവിക്കില്ല. അപ്പൊ ഞാനൊരു ഉണ്ണിയോട് സേവിക്കാൻ പറയില്ല. സേവിക്കാൻ പറഞ്ഞാൽ എനിക്ക് കൊണ്ടുവന്നില്ല. അപ്പൊ വേണ്ടില്ലേ നീ പറഞ്ഞു പറഞ്ഞേ ഇതെടുത്തോ. അതെടുത്തോ. ഇത് കഴിക്കണം. ഇത് കഴിക്കാണ്ട് പറ്റില്ല. നിന്റെ ഉദരത്തിലേക്ക് തന്ന വിഷകാനിയത്തില്ല. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ പോണം. അല്ലാണ്ട് നീ സത്യം പറഞ്ഞു നിന്നെ കൊണ്ട് സത്യം പറയിപ്പിച്ചല്ലേ? അതിന് കാര്യമുണ്ട്. അതുകൊണ്ടാ. അല്ലാണ്ട് ഇപ്പൊ നീ എനിക്ക് ഒരു ഉണ്ണികളെയും നിർബന്ധപൂർവ്വം ഇത് സേവിപ്പിക്കേണ്ട കാര്യമില്ല. അതെ, അങ്ങനെ തന്നെ പോണം.